ഹായ് എവരിവൺ, മിസ്റ്റർ ഓഫ് മൈൻഡിലേക്ക് സ്വാഗതം. ഞാൻ രശ്മി. ഇന്ന് നമ്മൾ നോക്കുന്നത് നമ്മുടെ മാനിഫെസ്റ്റേഷൻ എല്ലാവർക്കും വർക്കാകുന്നില്ല, എന്താണ് കാരണം കേട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് ഈ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്കും ചെയ്ത് ഒരു കമൻറ്റ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ മാനിഫെസ്റ്റേഷൻ നമുക്ക് വർക്കാവാത്തതിൻ്റെ പ്രധാന കാരണം നമ്മുടെ ഒരു വിശ്വാസക്കുറവാണ്. നമ്മൾ അതിനെ ഫീൽ ചെയ്ത് വിശ്വാസത്തോടു കൂടി നമ്മൾ ആ ഒരു കാര്യം നടന്നു കഴിഞ്ഞു എന്ന് വിശ്വസിക്കുന്നില്ല. അതൊരു മെയിനായിട്ടുള്ള കാര്യമാണ് കേട്ടോ. നമ്മുടെ വിശ്വാസം മെയിനാണ്, നമ്മുടെ ഫീലിങ്സ് മെയിനാണ് കേട്ടോ. വിശ്വാസം ഫീലിങ്സും വേണം. അപ്പോൾ അതുപോലെ തന്നെ നമുക്ക് ഫീൽ ചെയ്ത് പറയാൻ കഴിയണം, നമുക്ക് വിശ്വാസത്തോടെ നമ്മൾ നേടിയെന്ന് വിശ്വസിക്കാൻ കഴിയണം. അതുപോലെ തന്നെ നമ്മുടെ ഉള്ളിലുള്ള ഫ്രീക്വൻസി ലോ ആണെങ്കിലും നമുക്ക് മാനിഫെസ്റ്റേഷൻ നടക്കാൻ വളരെ ബുദ്ധിമുട്ടാണ്. നമ്മുടെ ഉള്ളിൽ ഒരുപാട് ട്രോമാസ് ഉണ്ടെന്നുണ്ടെങ്കിൽ, ഒരുപാട് ബ്ലോക്കേജുകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ, നമ്മൾ വളർച്ചയിലേക്ക് നമ്മൾ ആഗ്രഹങ്ങൾ സാധിക്കാൻ പറ്റാത്ത വിധം നമുക്ക് ബ്ലോക്കിംഗ് ബിലീഫ്സ്, ഒരുപാട് ട്രോമാസ് നമ്മുടെ ഉള്ളിലുണ്ടെന്നുണ്ടെങ്കിൽ, ഒരുപാട് നെഗറ്റിവിറ്റി ആയിട്ടുള്ള സ്വഭാവം നമുക്കുണ്ടെന്നുണ്ടെങ്കിൽ, അങ്ങനെയല്ല പല പല കാര്യങ്ങൾ ഇതിൽ ഡിപ്പെൻഡഡ് ആണ് കേട്ടോ. അപ്പോൾ മാനിഫെസ്റ്റേഷൻ നടക്കാത്തതിന് നമ്മുടെ ഫ്രീക്വൻസി എപ്പോഴും ഹൈ ആയിരിക്കുക എന്നുള്ളത് മുഖ്യമാണ്. അതായത് നമ്മുടെ ഫ്രീക്വൻസിയുടെ അലൈൻമെൻറ്റ്, നമ്മൾ പ്രപഞ്ചവുമായിട്ടുള്ള അലൈൻമെൻറ്റ് ഉണ്ടെങ്കിൽ മാത്രമേ നമ്മുടെ മാനിഫെസ്റ്റേഷൻ ഈസി ആവത്തുള്ളൂ. മാനിഫെസ്റ്റേഷൻ എന്ന് പറയുമ്പോൾ നമ്മളിങ്ങനെ ഭയങ്കരമായിട്ട് എഫോർട്ട് എടുത്ത് അങ്ങനെയൊന്നും ചെയ്യേണ്ട കാര്യമില്ല. നമ്മുടെ അലൈൻമെൻറ്റ്, നമ്മുടെ ഫ്രീക്വൻസി ഹൈ ആയി നമ്മൾ അലൈൻമെൻറ്റിൽ എത്തിയാൽ തന്നെ മാനിഫെസ്റ്റേഷൻ ഈസി ആയിട്ട് നമുക്ക് നടക്കാൻ തുടങ്ങും. അതായത് നമ്മുടെ ചെറിയ ചെറിയ കാര്യങ്ങൾ നമ്മൾ ആദ്യമേ നോക്കുക, അത് നടന്ന് കിട്ടുമ്പോൾ നമുക്ക് കുറച്ചുകൂടെ വലിയ വലിയ കാര്യങ്ങളിലേക്ക് പോകാം. അപ്പം നമ്മുടെ ആഗ്രഹങ്ങളുടെ ഫ്രീക്വൻസി അനുസരിച്ച് നമ്മുടെ ഫ്രീക്വൻസി മാച്ചായി വരുമ്പോഴാണ് നമ്മുടെ ഓരോ ആഗ്രഹങ്ങളും നടക്കുക എന്ന് നമ്മൾ ചിന്തിക്കണം. കാര്യം നമ്മളൊരു ലോ ഫ്രീക്വൻസിയിലിരുന്ന് നമ്മൾ അട്രാക്റ്റ് ചെയ്യാൻ നോക്കിയാൽ അട്രാക്റ്റ് ആവില്ല. നമ്മുടെ ആഗ്രഹം ഇച്ചിരി ഹൈ ഫ്രീക്വൻസിയുള്ള ഒരു ആഗ്രഹമാണെങ്കിൽ അത് നമുക്ക് ലോ ഫ്രീക്വൻസിയിലിരുന്ന് അട്രാക്റ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, നമ്മുടെ ഫ്രീക്വൻസി ഹൈ ആക്കണം. നമ്മുടെ ഫ്രീക്വൻസി ഹൈ ആക്കിയെങ്കിൽ മാത്രമേ നമുക്ക് ആ ഹൈ ഫ്രീക്വൻസിയിലുള്ള ആ ഒരു മാനിഫെസ്റ്റേഷൻ നമുക്ക് സാധിക്കുകയുള്ളൂ. നമ്മൾ എന്താണോ ആഗ്രഹിച്ചത്, നമ്മുടെ വലിയൊരു ആഗ്രഹം, നമുക്കൊരു വലിയൊരു വീടാണ്, അല്ലെങ്കിൽ നല്ലൊരു ലക്ഷറി കാറാണ്, അപ്പോൾ അങ്ങനെ എന്തെങ്കിലും ഒരു ജോലിയാണ്, അങ്ങനെ എന്തെങ്കിലും നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ നമുക്ക് സാധിച്ചെടുക്കണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ഫ്രീക്വൻസി ആ ആഗ്രഹത്തിൻ്റെ ഫ്രീക്വൻസിയിലെത്തണം. അതിനെന്താണ് ചെയ്യുന്നത് വെച്ചാൽ നമ്മുടെ ഉള്ളിലുള്ള ബ്ലോക്കേജുകൾ മാറ്റണം അല്ലേ. നമ്മുടെ ഫ്രീക്വൻസി ഹൈ ആക്കാനുള്ള ടെക്നിക്സുകൾ ഉപയോഗിച്ച് നമ്മളെപ്പോഴും നമ്മുടെ ഫ്രീക്വൻസി ഹൈ ആക്കി നിർത്തണം. ഹൈ ആക്കി നിർത്തി കഴിഞ്ഞാൽ നമ്മൾ ഈസി ആൻഡ് എഫോർട്ട്ലെസ് ആയിട്ട് നമ്മുടെ കാര്യങ്ങൾ സാധിക്കാൻ തുടങ്ങും. നമുക്ക് മാനിഫെസ്റ്റേഷൻ വർക്കാകാൻ തുടങ്ങും കേട്ടോ. അപ്പോൾ മാനിഫെസ്റ്റേഷൻ വർക്കാവാത്തതിൻ്റെ പ്രധാന കാരണം നമ്മുടെ വിശ്വാസവും നമ്മുടെ ഫീലിങ്സുമാണ്. അതുപോലെ നമ്മുടെ ഉള്ളിലുള്ള ബ്ലോക്കേജുകളും നമ്മുടെ ഫ്രീക്വൻസി ലോ ആയിരിക്കുന്നതും കൂടിയാണ് കേട്ടോ. അപ്പം നമ്മുടെ ഫ്രീക്വൻസി ഹൈ ആക്കണം, നമുക്കെപ്പോഴും നല്ല അലൈൻമെൻറ്റിൽ ഇരിക്കണം, നമ്മുടെ മാനിഫെസ്റ്റേഷനൊക്കെ ഈസി ആയിട്ട് നടക്കണം എന്ന് നിങ്ങൾക്ക് ആഗ്രഹമുണ്ടെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം, നമ്മുടെ ഒരു ലൈഫ് കോച്ചിങ് കോഴ്സിലൂടെ നമ്മൾ ഇതെല്ലാത്തിനുള്ള പ്രാക്ടീസുകൾ കൊടുക്കുന്നുണ്ട്. കാരണം ഒരു ചെറിയൊരു ഫീസിലാണ് നമ്മളത് കൊടുക്കുന്നത്. കാരണം അത് ആ കിട്ടുന്ന ആൾ അയാൾക്ക് ശരിക്കും ജീവിതത്തിൽ ഏറ്റവും വലിയ മഹത്തായ ഒരു അറിവായിരിക്കും അത്. അപ്പോൾ നിങ്ങൾ ഓരോരുത്തരും നമ്മുടെ ഗ്രോത്തിൽ ഇൻവെസ്റ്റ് ചെയ്യുക. നമ്മുടെ വളർച്ചയ്ക്ക് വേണ്ടി നമ്മൾ ഒരു ചെറിയ എമൗണ്ട് ഇൻവെസ്റ്റ് ചെയ്താൽ നമ്മുടെ വളർച്ചയ്ക്ക് അതൊരു വിലമതിക്കാനാകാത്തൊരു അറിവായിരിക്കും നമ്മുടെ ജീവിതത്തിൽ കിട്ടുന്നത് കേട്ടോ. അപ്പോൾ നിങ്ങൾ ഓരോരുത്തരും എപ്പോഴും നമ്മുടെ ഫ്രീക്വൻസി ഹൈ ആയിരിക്കണം. നമ്മൾ അലൈൻമെൻറ്റിൽ ഇരിക്കുമ്പോഴും നമ്മളൊരു മനസ്സമാധാനം, ഹാപ്പിനെസ്, ഇതൊക്കെ നമ്മൾ ചിന്തിക്കുന്നതിന് അപ്പുറത്തേക്ക് നമുക്ക് കിട്ടാൻ തുടങ്ങും. നമ്മുടെ എല്ലാ ബ്ലോക്കേജുകളും മാറി, നമ്മുടെ നെഗറ്റീവ് ആറ്റിറ്റ്യൂഡുകൾ മാറും. ഒരു പുതിയ വ്യക്തിയായിട്ട് നമുക്ക് മാറാൻ പറ്റും. അപ്പോൾ ആ ഒരു അവസരമൊക്കെ ഒരു ചെറിയ എമൗണ്ടിൽ കിട്ടുന്ന സമയത്ത് നമ്മളത് വിനിയോഗിക്കുക. ഇപ്പോൾ അതിൻ്റെ ഫീസ് കൂടിക്കഴിഞ്ഞാൽ പിന്നെ നമ്മൾ അതിൻ്റെ ഓരോ കാലഘട്ടം മാറുന്നതനുസരിച്ച്, സമയം മാറുന്നതനുസരിച്ച് ഫീസുകൾ കൂടും. അപ്പോൾ നമുക്ക് എപ്പോഴാണോ നമ്മുടെ ഒരു ചെറിയ എമൗണ്ട് അനുസരിച്ച് ഇത് കിട്ടുമ്പോൾ നമ്മൾ മാക്സിമം നമ്മളതിനെ യൂസ് ചെയ്ത് ആ അറിവുകൾ നമ്മളിലേക്ക് നമ്മൾ സ്വീകരിക്കുക എന്നുള്ളതാണ്. അപ്പം നമുക്ക് മാനിഫെസ്റ്റേഷൻ നടക്കുക എന്നുള്ളത് ഈസി ആയിട്ട് നമുക്ക് മനസ്സിലാവും. ഇതൊന്നും വലിയ റോക്കറ്റ് സയൻസ് അല്ല, ഇതൊക്കെ വളരെ ഈസി ആയിട്ട് നമ്മുടെ ഉള്ളിൽ തന്നെ നടക്കുന്ന പ്രവർത്തനങ്ങളാണ്. അപ്പോൾ അതൊന്ന് പഠിക്കുക. ആ ടെക്നിക്കുകൾ നമ്മൾ യൂസ് ചെയ്ത് നമ്മുടെ പ്രാക്ടീസുകളിലൂടെ ഇത് ചെയ്യുമ്പോൾ നമ്മൾ മാജിക്കായിട്ട് നമ്മുടെ ജീവിതത്തെ നമുക്ക് മാറ്റിയെടുക്കാൻ സാധിക്കും. നിങ്ങൾക്ക് ഓരോരുത്തർക്കും നിങ്ങളുടെ മാനിഫെസ്റ്റേഷൻ നടക്കട്ടെ, നിങ്ങളുടെ ജീവിതങ്ങൾ മാജിക്കാക്കി മാറ്റാൻ നിങ്ങൾക്ക് സാധിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി ആശംസിക്കുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ്.